മഹത്വത്തിൻ ദിനങ്ങൾ 2 days ഗ്ലോറി കോൺഫറൻസ് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ MG കോളേജ് എതിർവശത്തുള്ള ഗ്രേസ് മിനി ഹാളിൽ വെച്ച് മെയ് 31, ജൂൺ 1 വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിങ്ങുകളിൽ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് ശുശ്രൂഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ശ്രമം തുടങ്ങി ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാകും, ഇത് ദൈവത്തിന്റെ പരിപാടിയാണ്, നമ്മളെ കൊണ്ട് ഇത് പറ്റൂല. പിന്നെ ഒരു പോയിന്റ് നമ്മൾ ചിന്തിക്കും, ഇത് ബെന്നിഹിനോ ജാക്സൺ ബ്രദറിനൊക്കെ പറ്റും, കാരണം അവര് പ്രത്യേക വിളിയുള്ളവരാ. ആരൊക്കെയോ അത് ചിന്തിച്ചിട്ടുണ്ട്. പലരുടെയും ചിരി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഒരു പോയിന്റ് ഞാൻ ചിന്തിക്കും, ഇത് DJ ദിനകരനൊക്കെ അതൊക്കെ പ്രത്യേക വിളിയാ. പുള്ളി 8-10 മണിക്കൂർ ദൈവസന്നിധി ഇരിക്കുന്നോണ്ട് പറ്റുന്ന, അങ്ങനെ ഒരു പോയിന്റിൽ ഒരു ധാരണയിലെത്തി. പക്ഷെ അപ്പോഴും എൻ്റെ ജീവിതം മാറിയില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ വിളി വരുന്നു. 12ാം ക്ലാസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എൻ്റെ പഠനമെല്ലാം തകർന്നു. ക്ലാസ് ഫസ്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ പൊട്ടിപ്പാളീസാവുന്നു. വട്ടപൂജ്യമാകുന്ന സമയത്ത് ഇതുപോലൊരു മീറ്റിങ്ങിൽ പോയിരുന്നു. ഞങ്ങളുടെ ചർച്ചിൻ്റെ വെളിയിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്ന മീറ്റിംഗ്. ജാക്സൺ എന്ന പേരുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. 4 മാസമായി അവൻ ഇന്നതിലൂടെ പോകുന്നു. അദ്ദേഹം, ഞാൻ പൊട്ടിപ്പാളീസായി 12ാം ക്ലാസ്സിൽ വട്ടപൂജ്യമായ ആ സീറ്റയിലിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തെ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ. അദ്ദേഹം ആരാണെന്നോ എന്താ എനിക്കൊന്നും അറിയത്തില്ല. ഞങ്ങളൊരു പേരും കേട്ടിട്ടില്ല. ഞങ്ങളൊരു ദൈവദാസൻ്റെ പുറകെ ഓടിയിട്ടുമില്ല. അന്ന് വരെ ഒരു ദൈവദാസൻ്റെ പുറകെ ഞങ്ങൾ പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, ദാരിദ്ര്യമില്ല. ഞാൻ ആദ്യത്തെ സെഷന് മുഴുവൻ എന്തോ പഠിപ്പിച്ചേ, എങ്ങനെയാലും ഒരു ദാരിദ്ര്യം ഉണ്ടാകണമെന്ന്. ഞങ്ങൾക്ക് ദാരിദ്ര്യമില്ല. പപ്പയ്ക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പണമല്ല, എല്ലാം കൊണ്ടും ഞങ്ങൾ സെറ്റിലാണ്. പപ്പയ്ക്ക് നല്ല ജോലിയുണ്ട്, അമ്മ കാര്യങ്ങൾ നോക്കുന്നു, ഒരു കുറവുമില്ല. പിന്നെ എന്തിനു ഓടാനാ? ദൈവം എന്തിനാ? അതുകൊണ്ട് ഞങ്ങൾ ഓടിയിട്ടില്ല. മെമ്പർഷിപ്പ് ഉണ്ട്, കീബോർഡിന്റെ മുമ്പിൽ ഞാനുണ്ട് എപ്പോഴും. സൺഡേ സ്കൂളിൽ ഫസ്റ്റ് പോവാ, ദൈവത്തെ അറിയത്തുമില്ല. സൺഡേ സ്കൂളിൽ ഫസ്റ്റാ, അത് ബുദ്ധി കൊണ്ട് പഠിച്ചെഴുതിയ. സ്പിരിച്വലെത്തി ദൈവത്തെ അറിയുന്നതും ബുദ്ധി കൊണ്ട് അറിയുന്നതുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് രണ്ടും രണ്ടാ. ദൈവം ആത്മാവാ. ആത്മാവിനെ വെളിപ്പാടില്ലാതെ അറിയാൻ പറ്റില്ല, ഇംപോസിബിൾ. പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ ആത്മാവിനെ രുചിക്കാനോ അറിയാനോ പറ്റില്ല. എനിക്ക് സൺഡേ സ്കൂളിൽ ഫസ്റ്റാ, പക്ഷെ ഞാൻ എവിടെ ഇരിക്കുന്നേ? ഞാൻ എല്ലാം 0 ആയി. ദൈവത്തെ അറിയത്തില്ല. ആ മീറ്റിംഗ് ഞാൻ ഇരിക്കുമ്പോൾ മിനി എന്ന് പേരുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അവൾ തകർന്ന് തരിപ്പണമായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ വിളിക്കുകയാണ്. എൻ്റെ അമ്മയുടെ തലയിലോട്ട് അദ്ദേഹം കൈവച്ചിട്ട് പറഞ്ഞു, ജെ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ മകൻ 4 മാസമായി പഠിക്കാനോ എഴുതാനോ കഴിയാതെ, ഹയസ്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ റൂമിൽ ഡിപ്രഷനായി കിടക്കുന്നു. ഇത് കേട്ട് അവിടെ ഇരുന്ന്, ഇങ്ങനൊരു, ഞങ്ങളുടെ ചർച്ചിൽ ഓക്കെയാണ്, പക്ഷെ ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ സീറ്റിൽ അവിടെ ഇരിപ്പുണ്ട്, അമ്മ മുമ്പിൽ നിൽപ്പുണ്ട്. ഞാൻ കിടുങ്ങിപ്പോയി. അദ്ദേഹം ചോദിച്ചു, ആളിവിടെ വന്നിട്ടുണ്ടോ? അമ്മ പറഞ്ഞു ഉണ്ട്. എന്നെ മുമ്പിലോട്ട് വിളിപ്പിച്ചു. എൻ്റെ തലയിലോട്ട് അദ്ദേഹം കൈവച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന പ്രശ്നത്തിലൂടെ ഇപ്പം പോന്നേ, പക്ഷെ നീ ആരാന്നറിയാവോ? ലോകരാജ്യങ്ങളുടെ അപ്പോസ്തലൻ. അന്ന് തുടങ്ങിയതാണ് ഈ ജീവിതം. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇവിടെ എത്തിയതല്ല. ഈ 8 വർഷം പിന്നെ ആ ഒരു ദൂത് അന്ന് തുടങ്ങി. പിന്നെയും ഞങ്ങളുടെ വിഷയം അപ്പോഴും മാറിയിട്ടില്ല. ഇദ്ദേഹം കൈവച്ചിട്ടും എൻ്റെ വിഷയം, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കൈവച്ചിട്ട് എല്ലാ വിഷയവും മാറാത്തതിൻ്റെ കാര്യം, ചിലത് മാറാനുള്ളതല്ല, ചിലത് നീ വളരുമ്പോഴേ മാറത്തുള്ളൂ. അന്ന് എൻ്റെ വിഷയം മാറിയില്ല, പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാണ് ദൈവം എന്നെ ഇവിടെ വെച്ചതെന്ന് എനിക്ക് പിടികിട്ടി. ഹല്ലേലൂയ. അത്ര എനിക്ക് പിടികിട്ടി. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ചില വിഷയങ്ങൾ ഡിലേ ആകും. എൻ്റെ വിഷയമൊക്കെ അദ്ദേഹം തൊട്ടിട്ടൊന്നും മാറിയിട്ടില്ല. പല ദേവദാസന്മാരുടെ അടുക്കലും ഞങ്ങൾ പോയി. സംഭവിച്ചതാണ്, ഇദ്ദേഹം ദൂത് പറഞ്ഞു. അന്ന് തൊട്ട് എൻ്റെ കോളിംഗ് ഇതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം ഞാൻ എവിടെ പോയിരുന്നാലും ഈ കോളിംഗ് റിപ്പീറ്റ് ആവും. ഞാൻ ആദ്യം ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട്, നമുക്കറിയത്തില്ല ഇദ്ദേഹം വലിയ ദേവദാസനാണെന്നോ ചെറിയ ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മളൊരു ഏജിയുടെ ചട്ടക്കൂടിൻ്റെ അകത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. വേറെ ഒരു പരിപാടിയും നമുക്കറിയത്തില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ, അമ്മ ഇദ്ദേഹത്തിന് എന്തോ വട്ടോ കിറുക്കോ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ IAS കാരനാകാനിരിക്കുന്ന എന്നോട് എന്തോ അപ്പോസ്തലൻ ഈ സാധനം എന്തുവാ എന്തുമാണെന്ന് പോലും അറിയാത്തൊരു സാധനം എന്നെ നോക്കി പറഞ്ഞു. ആ സാധനമാണ് ഇപ്പം ഞാൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലോട്ട് ദൈവം നമ്മളെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ വിളിയും തെരഞ്ഞെടുപ്പും കേട്ട് ഹല്ലേലൂയ എൻ്റെ ലൈഫ് അപ്ഡേറ്റ് ആകാൻ തുടങ്ങി. അത് തലേ കഴിച്ച് പറഞ്ഞുകൊണ്ടല്ല ഞാനിവിടെ എത്തിയത്, പക്ഷെ അതൊരു ബിഗിനിങ്ങാണ്. ഒരിക്കലും ചിന്തിക്കല് ഞങ്ങൾ അങ്ങോട്ട് തലയെ കഴിച്ച് ഇത് മാജിക് ഒന്നുമല്ല. ഇതിൻ്റെ പുറകെ പിന്നെ 5 മിനിറ്റ് ബൈബിൾ വായന 5 മണിക്കൂറാക്കേണ്ടി വന്നു. അതാരും കാണത്തില്ല. ഇത് എല്ലാവരും ഓർക്കുന്ന തലയിലോട്ട് കൈ വെക്കുക ഓട്ടോമാറ്റിക്. നോ, 2 മിനിറ്റ് പ്രാർത്ഥന 2 മണിക്കൂർ അന്യഭാഷയായി. അല്ലാതെ ഇത് തലയിലോട്ട് കൈ വെക്കും. എന്നിട്ട് എത്ര പേരുടെ ഞങ്ങളുടെ പായൽ ഇരിക്കുന്ന കുറേ പേരുടെ തലയിൽ കൈ വെച്ചത് അവരവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒരു വ്യത്യാസമില്ല. അവരിപ്പോഴും ഞങ്ങളുടെ ചർച്ചിൽ അവിടെ താഴെ തന്നെ ഇരിപ്പുണ്ട്. ഞാനിവിടെ നിൽപ്പുണ്ട്. ഇന്ന് ഹാർവസ്റ്റ് TVയിലുണ്ട്. ഇന്ന് അനേക ശുശ്രൂഷകൾ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു. അതെന്താ? കുറച്ച് പേര് ഇപ്പോഴും അവരുടെയും തലയെ കൈവച്ചാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ സറണ്ടർ ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഏതിലേക്ക്? ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്. ഇപ്പം നമ്മൾ ഇന്ന് ലൈഫ് കോൺഫറൻസിൽ നമ്മൾ ജീവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങളുടെ അകത്തൊരു ദാരിദ്ര്യം വരണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ എത്തിയില്ലെങ്കിൽ ഞാൻ ദാരിദ്ര്യത്തിലാണ്. ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല, ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? I have not begun. Hallelujah. ഇന്ന് സോയെ ലൈഫിലോട്ട് ഞാൻ കയറണം. ഇന്ന് ഈ ലൈഫ് കോൺഫറൻസിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ സോയെ ലൈഫ് പിടിക്കണം. ഞാൻ ഈ ആദ്യത്തെ സെഷൻ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ അകത്ത് ആ ദാരിദ്ര്യം വരണം. ഞാൻ എൻ്റെ ബയോസ് ലൈഫ് കൊണ്ടോ എൻ്റെ സൂക്യ ലൈഫ് കൊണ്ടോ ജീവിച്ചാൽ പോരാ. എൻ്റെ അകത്ത് നിത്യജീവൻ ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയേ പറ്റൂ എന്ന് അത് ചെയ്തേ പറ്റൂ എന്നൊരു അതിയായ ആഗ്രഹം നിങ്ങളുടെ അകത്ത് വരണം. അതിയായ ആഗ്രഹം മാത്രമല്ല, അതൊരു വാശിയായി നിങ്ങളുടെ അകത്ത് വരണം. ആ മിനിറ്റിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് സോയെ ലൈഫിനെ നിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ നിങ്ങളുടെ അകത്ത് കൊണ്ടുവരണം. ഓ ഷാഖറബലഹസിയ. ഞാൻ ആദ്യത്തെ സെഷനിൽ മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദാരിദ്ര്യ മനോഭാവം ഉണ്ടാകട്ടെ. എന്താണ് ദാരിദ്ര്യ മനോഭാവം? കർത്താവേ, നിന്റെ രാജ്യം വരാതെ ഞാൻ പൂവറാണ്, ആത്മാവിൽ എനിക്കിപ്പോ ഞാൻ സീറോയാണ് എന്നൊരു മെന്റാലിറ്റി ഉണ്ടെങ്കിലേ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു സീറോ മെന്റാലിറ്റിയിലോട്ട് നമ്മൾ വന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ ഓവർഫ്ലോ നടക്കാൻ പോവുകയാണ്. ദാഹിക്കുന്നവനുണ്ടേൽ എൻ്റെ അടുക്ക വരാം. ഞാൻ യേശുവിനെ മനസ്സിലാക്കിയപ്പം ഞാൻ കണ്ട ഒരേ ഒരു ക്വാളിറ്റി യേശു ചോദിക്കുന്നുള്ളൂ, ദാഹമുണ്ടോ? ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. ദാഹം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോവാണ്, നിങ്ങളെ നിറയ്ക്കാൻ പോവാണ്. പരീശന്മാരെ കുറിച്ചുള്ള യേശുവിൻ്റെ പ്രശ്നം എന്താ? ഇവന്മാർക്ക് ദാഹമില്ല, ഇവന്മാർ ഫുള്ളാണ്, ഇവർ കംപ്ലീറ്റ് ആണ്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒന്നും ചെയ്യാനില്ല. എന്നാൽ പാപിനിയെ കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. കാരണം പക്ഷെ പരീശനെ കുറിച്ച് പ്രതീക്ഷയില്ല. ഇന്ന് പരീശന്റെ റലങ്ങൾ ബ്രേക്ക് ആകണം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, പരീശന്റെ റലങ്ങൾ നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? ബ്രേക്ക് ആയിട്ട് അറ്റ്ലീസ്റ്റ് അയ്യോ അരിഷ്ട മനുഷ്യൻ എന്നൊന്ന് വിളിക്കാൻ പറ്റിയാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നിറച്ച് ചിലതിനു വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ സ്വയ ലൈഫ് നമ്മുടെ അകത്ത് നിറയുമ്പോൾ അസാധാരണമായ ജീവൻ നമ്മുടെ അകത്ത് വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ അകത്ത് വരുമ്പോൾ എല്ലാ മേഖലയും ഷിഫ്റ്റ് നടക്കാൻ പോവുകയാണ്.
എല്ലാ മേഖലയും ഷിഫ്റ്റ് നടക്കാൻ പോവുകയാണ്. ഈ പ്രിയ ജനത്തിന്റെ ലൈഫിൽ എല്ലാ മേഖലയിലും ഒരു ഷിഫ്റ്റ്. ഒന്ന് സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ അകത്തൊരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവേ, നിറയ്ക്കുക. പറഞ്ഞ് എന്നെ നിറയ്ക്കണമേ. എൻ്റെ അകത്ത് ദാരിദ്ര്യം ഉണ്ടപ്പാ. ദൈവരാജ്യം ഇല്ലെങ്കിൽ ഞാൻ സീറോയാണപ്പാ. എൻ്റെ ശരീരം ബയോസ് ലൈഫ് പോരപ്പാ. എൻ്റെ മനസ്സ് സൂക്കേ ലൈഫ് പോരപ്പാ. നാച്ചുറൽ ലൈഫ് പോരപ്പാ. ആദാമിൽ നിന്നുപോയ സോയെ ലൈഫ് എനിക്ക് തിരിച്ചു വേണം. ആദാമിൽ നിന്നുപോയ സോയെ ലൈഫ്, ദൈവത്തിന്റെ ജീവൻ എനിക്ക് തിരിച്ചു വേണം. അത് കിട്ടുന്ന മിനിറ്റിൽ ഞാൻ ജീവനിൽ വാഴും. Come on. സാറേക്കേ ഫെലറേമേ എസ്എംഎറേക്കേ. ചിലരുടെ അകത്തേക്ക് ജീവൻ നിറയുന്നു. ഏത് ജീവൻ? സോയെ. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവൻ എന്താണ്? അത് ജീവനല്ല, അത് മരണമാണ്. സോയെ ലൈഫ് ഇല്ലാത്ത ജീവന്റെ പേരാണ് മരണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോയെ ലൈഫ് ഇല്ലാത്ത ജീവിതത്തിന്റെ പേരാണ് മരണം. ആദാം പിന്നെയും ജീവിച്ചു, 930 വയസ്സ് വരെ പിന്നെയും ജീവിച്ചു. ആ ജീവിതത്തിന്റെ പേരാണ് മരണം. ആ മരണം ഇന്ന് മാറട്ടെ. മരണത്തിന്റെ പേരല്ല മരണം. 930 വയസ്സുവരെ സോയെ ലൈഫ് ഇല്ലാതെ ആദാം ജീവിച്ച ജീവിതത്തിന്റെ പേരാണ് മരണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിപ്പോ മരണത്തിലാണോ എന്നൊന്ന് സെൻസ് ചെയ്തിട്ട് പറ, എനിക്ക് ജീവിക്കണം. ഇന്ന് നമ്മൾ ആ ബാനർ അടിച്ചപ്പം എനിക്ക് ദൈവം തന്നൊരു വെളിപ്പാട് ഇതാണ്, ലൈഫ് കോൺഫറൻസ്. താഴെ ഞാൻ എഴുതി, യു വിൽ ലിവ്. നിങ്ങൾ ജീവിക്കും. ജീവനുള്ള നിങ്ങളോട് ഇനി ഞാൻ ജീവിക്കൂ എന്ന് പറയണോ? ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയണോ നിങ്ങൾ ജീവിക്കുമോ? നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു ഇന്നോട്ട് നിങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞാൽ ദൈവം എന്താണ് ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവം എന്താണ് ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവം എന്താണ് ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവം ഇപ്പൊ അക്ഷയുടെ ലൈഫ് കണ്ട് ദൈവം പറയണം ജീവിതം എന്ന് പറയണമെങ്കിൽ, ഷേർലിയുടെ ലൈഫ് കണ്ട് ദൈവത്തിന് പറയണം ഇവള് ജീവിക്കുന്നു എന്ന് പറയണമെങ്കിൽ, നിങ്ങൾ ഒന്നുകിൽ വീഴ്ചയ്ക്ക് മുമ്പിലെ ആദാമിനെ പോലെയോ അല്ലെങ്കിൽ യേശുവിനെ പോലെയോ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? ജീവിതം എന്ന് ദൈവം പറയണമെങ്കിൽ പൗലോസ് അങ്കിളുടെ ലൈഫ് കണ്ടാൽ ദൈവം ജീവിതം എന്ന് പറയത്തില്ല. പൗലോസ് അങ്കിളുടെ ലൈഫിന്റെ അകത്ത് ദൈവത്തിന്റെ ജീവിതം ഇറങ്ങി വന്നിട്ട് ആ ജീവനാൽ അങ്കിള് ജീവിച്ചു തുടങ്ങുന്നതിന്റെ ജീവിതത്തിന്റെ പേരാണ് ദൈവത്തിന്റെ കണ്ണിൽ ജീവിതം. എല്ലാവരും പറഞ്ഞ്, ദൈവത്തിന്റെ ജീവനാൽ ഞാൻ ജീവിക്കണം. ദൈവത്തിന്റെ ജീവനാൽ ഇന്ന് തൊട്ട് ഞാൻ ജീവിക്കാൻ പോകുകയാണ്. റാംബേ ഷെഫെ റഗാദിയാസ്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് തൊട്ട് മാനുഷിക ജീവനാൽ അല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ ജീവനാൽ ഞാൻ ജീവിക്കാൻ പോകുന്നു. ഹോ ഷാക്കാറ. അതിനെ മാത്രമേ ദൈവം എന്ത് വിളിക്കത്തുള്ളൂ? ജീവിതം. ജീവൻ എന്ന് വിളിക്കണമെങ്കിൽ ദൈവം എവിടെങ്കിലും ജീവൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഗ്രീക്ക് എടുത്ത് പഠിച്ചോ, അവിടെ ബയോസ് അല്ല എഴുതിയിരിക്കുന്നത്. അവിടെ സൂക്കേ മൈൻഡ് സൈക്കോളജി അല്ല എഴുതിയിരിക്കുന്നത്. അതിനൊക്കെ വേറെ പദങ്ങളുണ്ട്. ശാരീരിക ജീവൻ എന്നുള്ളിടത്ത് ബയോസ് എന്ന് തന്നെ ഗ്രീക്കിൽ എഴുതിയിട്ടുണ്ട്. മാനസിക ജീവൻ എന്നുള്ളിടത്ത് സൂക്കേ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു കാര്യം യേശുവിൽ ഉണ്ടായിരുന്നു. യോഹന്നാൻ 1:4 എഴുതിയിരിക്കുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. എന്താണ് യോഹന്നാൻ 1:4? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇന്ന് നിങ്ങളുടെ അകത്ത് ആ ജീവൻ തുറന്നു കിട്ടിയാൽ നിങ്ങൾ ഇന്നോട്ട് ജീവിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇത്രയും നാൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത മേഖലകൾ ഹല്ലേലൂയ ഇന്ന് ബ്രേക്ക് ആകാൻ പോവുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത മേഖലകൾ ഇന്ന് ബ്രേക്ക് ആകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഉദാഹരണം. ഞാൻ എൻ്റെ സിസ്റ്ററിനെ വഴക്ക് കിട്ടുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഡീവിയേറ്റ് ആയിപ്പോയി. അപ്പം നമ്മൾ കേൾക്കുകയാണ്, നീ ദൈവത്തെ പോലെ ജീവിക്കുക അല്ലേ, ദൈവത്തെ പോലെ വിശുദ്ധനാകും. പക്ഷെ നമ്മളോട് എന്താ പറഞ്ഞു തന്നത്? നീ കൃമിയാന്ന്.
അതിനെ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് ഞാൻ ചിലർ പുതുതായിട്ട് വന്നു പെട്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഫ്ലോയിൽ ഇങ്ങനെ അങ്ങ് പോവായിരുന്നു. ഹല്ലേലൂയ. പൂച്ചയോട് 1000 വർഷം പഠിപ്പിച്ചാലും ഹല്ലേലൂയ അവന് ഗർജിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ ആദ്യം അറിയണം നമ്മൾ ആരാണ് ക്രിസ്തുവിൽ. അത് അറിഞ്ഞിട്ട് വേണം നമ്മളോട് പറയാൻ നീ ദൈവത്തെ പോലെ വിശുദ്ധനാകുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ അറിയുകയാണ് നമ്മളിൽ എന്ത് വന്നു, നമ്മളിൽ എന്ത് നിറയണം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവാനുരൂപമായി ജീവിക്കാൻ പറ്റും. ഒരിക്കലും കൃമിയും പുഴുവുമായ മനുഷ്യന് ദൈവത്തെ പോലെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ എഫേസ്യർ 5:1 പറയുന്നു, ദൈവത്തെ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അല്ല, മോഹൻലാലിനെ അനുകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. അല്ല, മമ്മൂട്ടിയെ അനുകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആരെ അനുകരിക്കണം? ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ. പൂച്ചയ്ക്ക് പട്ടിയെ അനുകരിക്കാൻ പറ്റുമോ? പൂച്ചയ്ക്ക് സിംഹത്തെ അനുകരിക്കാൻ പറ്റുമോ? കൃമിയായ നമുക്ക് ദൈവത്തെ അനുകരിക്കാൻ പറ്റുമോ? അതിനാ പറഞ്ഞ ആദ്യം മനസ്സിലാക്കും, നീ കൃമി അല്ല. ഹല്ലേലൂയ. എന്നോട്ടെ എൻ്റെ ലൈഫ് തിരിയാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ അനിയത്തിയെ വഴക്ക് കിട്ടുന്നതിന്ന് ഒന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ ശ്രമങ്ങളെല്ലാം എന്തായി? പരാജയത്തിലേക്ക് വന്നു. അന്ന് ഞാൻ മുട്ടുമേ പോയിരുന്ന് കരഞ്ഞലറിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ദൈവദാസന്മാരൊക്കെ എന്നോട് ദൂത് പറയുക വലിയ ദൈവദാസനാകും എന്നൊക്കെ. എൻ്റെ ഒരു സ്വഭാവം മാറ്റാൻ പറ്റാത്ത ഞാനാണോ ദൈവദാസൻ? കർത്താവേ, ഈ പണി എനിക്ക് വേണ്ട. എനിക്കിനി ഒരു പൊളിറ്റിക്സ് കളിക്കുന്ന പാസ്റ്റർ കൂടെ ആകാൻ താല്പര്യമില്ല. ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ട്. ഒരടി ഉണ്ടാക്കുന്ന പാസ്റ്ററും കൂടെ ആകാൻ എനിക്ക് താല്പര്യമില്ല. ആകുന്നെങ്കിൽ ഞാൻ നിൽക്കുമ്പം അങ്ങേര് പറഞ്ഞ പോലൊക്കെ നടക്കണം. നീ തൊട്ട രോഗി, അതുകൂടെ പറഞ്ഞു കേട്ടോ, ദേവദാസൻ പറഞ്ഞു, നീ തൊട്ട രോഗി സൗഖ്യമാകും, നീ നിൽക്കുമ്പോൾ ഭൂതങ്ങൾ അലറും, ഇതൊക്കെ നടക്കണം. എനിക്ക് എൻ്റെ ഒരു സ്വഭാവമേ മാറ്റാൻ പറ്റിയിട്ടില്ല. ഞാനാണോ? അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവം പറഞ്ഞത്, മോനെ, നിനക്കൊരു വെളിപ്പാടില്ല, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിന്റെ അകത്ത് നീ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ ജീവൻ ഇറങ്ങി വന്നാൽ ആ ജീവനാൽ നീ ജീവിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് സകലതും കഴിയും. അതുകൊണ്ട് ആദ്യം നീ അറിയേണ്ടത് കൽപ്പനകളല്ല, ആദ്യം നീ അറിയേണ്ടത് എൻ്റെ ജീവൻ നിന്നിൽ വന്നെന്നും നീ വീണ്ടും ജനിച്ചെന്നുമാണ്. എല്ലാവരും പറഞ്ഞു, എൻ്റെ അകത്ത് സോയെ ലൈഫ് തിരിച്ചു കയറി. ഇന്നു മുതൽ ഞാൻ ആ സോയെ ലൈഫിൽ ജീവിക്കണം. അതിൻ്റെ പേരാണ് ആത്മാവിലുള്ള ജീവിതം. ഇത് വന്നെന്നറിഞ്ഞാലല്ലേ നമുക്കിത് ജീവിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇത് വന്നെന്നറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ഇതിലൊന്ന് ജീവിക്കാൻ. ഇന്ന് നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾ മനുഷ്യനല്ല, മനുഷ്യൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ നിറയ്ക്കപ്പെട്ടവരാ. നിങ്ങൾ പുഴുവോ കൃമിയോ ഒന്നുമല്ല. താഴ്മയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ പദങ്ങൾ ഉപയോഗിച്ചോ, കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ ഒന്നുമല്ല, ഓക്കെ. പക്ഷെ നീ DNA പ്രകാരം നീ കൃമിയല്ല, DNA പ്രകാരം നീ പുഴുവല്ല. താഴ്മയ്ക്ക് വേണേ പറഞ്ഞു, ഞാൻ എതിർക്കുന്നില്ല, കർത്താവേ, നിന്റെ മുമ്പ് ഞാൻ പുഴു പോലെയാണ്, ഓക്കെ. പക്ഷെ DNA പ്രകാരം ആത്മാവിനാൽ ജനിച്ചത്, ദൈവം ആത്മാവാകുന്നു, യോഹന്നാൻ 4:24, യോഹന്നാൻ 3:3, ആത്മാവിനാൽ ജനിച്ചത്. അപ്പൊ DNA പ്രകാരം ശരിക്കും നീ ആരാ? പുത്രൻ. പുത്രന് വേണമെങ്കിൽ പറയാപ്പാ, ഞാൻ നിന്റെ മുമ്പിൽ ഒന്നുമല്ല, ഞാൻ പുഴു പോലെയാണ്, ഓക്കെ, വേണേ പറഞ്ഞോ, ഞാൻ പറയാറില്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ വേണേ പറഞ്ഞോ, അല്ല എന്തോ പറയാനാ. കാരണം ചിലത് നമ്മൾ പഠിച്ചു പോയത് തിരുത്താൻ പാടാ. ഇതൊക്കെ ഈ ഡയലോഗൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ നമുക്കൊരു. ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കാൻ കയറിയതാ, ചിരിയായിരുന്നു ഇന്നലെ റൂമിൽ. ഇവര് വരെ പേടിച്ചു പോയി. നിങ്ങൾ ആ റലത്തിലോട്ടൊക്കെ കയറണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല വന്നത്, ഞാൻ ചിരിച്ചിട്ടാ വന്നേ. സാന്നിധ്യത്തിൽ ഇരുന്ന് ആഘോഷിച്ചിട്ട് ഇങ്ങോട്ട് വന്ന. എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ ജീവൻ എൻ്റെ അകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുക? വിശ്വസിക്കുന്നുണ്ടോ? ആ ജീവൻ എൻ്റെ അകത്ത് നിറയും തോറും ഹല്ലേലൂയ ഞാൻ ആരായി മാറും? ഞാൻ അസാധാരണക്കാരനായി മാറും. ഞാൻ ദൈവത്തിന്റെ റലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഹല്ലേലൂയ. ഞാൻ ഏത് റലത്തിലേക്ക് കയറണം? ദൈവത്തിന്റെ റലത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആകാൻ പോവുകയാണ്.
മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലുമാണ്. അപ്പം നമ്മൾ ഏത് റലത്തിലാണ് ജീവിക്കേണ്ടത്? മനുഷ്യൻ ജീവിക്കേണ്ടത് മനുഷ്യന്റെ റലത്തിലല്ല, ദൈവത്തിന്റെ റലത്തിലാണ്. പൂച്ചയോടോ കൃമിയോടോ പട്ടിയോടോ പുലിയോടോ ദൈവം പറഞ്ഞില്ല നീ എന്റെ റലത്തിൽ ജീവിക്കാൻ, നീ എന്നെ പോലെ ജീവിക്കാൻ പറഞ്ഞില്ല. പക്ഷെ ഒരാളോട് പറഞ്ഞു നീ വേറൊരാളാണ്, നീ ദൈവമല്ല. ശ്രദ്ധിക്കണം, ഇതിലെല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് ഇതാണ്, ബ്രദറെ അപ്പം നിങ്ങളെ തന്നെ ദൈവമാക്കുവാണോ? അല്ല, നിങ്ങൾ ദൈവമല്ല, നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ വേറൊരാളാണ്, വേറെ കൈൻഡാണ്. പക്ഷെ നിങ്ങൾ വേറെ ക്ലാസ് ഓഫ് ബീയിങ്സ് ആണ്. പക്ഷെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ടത് എന്നെ പോലെ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ വേറൊരു ക്ലാസ് ഓഫ് ബീയിങ്സ് ആണ്. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്? ദൈവാനുരൂപമായി. അപ്പം സിസ്റ്ററെ, നമ്മുടെ തകർച്ച എവിടെയാ തുടങ്ങിയത്? നമ്മൾ മനുഷ്യനെ പോലെ ജീവിച്ചു, എന്നിട്ട് ആ ജീവിതത്തിന് നമ്മൾ പേരിട്ടു ജീവിതം. മനുഷ്യനെ പോലെ ജീവിച്ച ജീവിതത്തിന് ദൈവം വിളിച്ച പേര് ഞാൻ പറയാം, മരണം. അതുകൊണ്ടാണ് ഈ പഴം തിന്നുന്ന മിനിറ്റിൽ നിന്റെ ആത്മമനുഷ്യൻ മരിക്കും, നീ മരണമാണെന്ന് ദൈവം അവനോട് പറഞ്ഞു. പക്ഷെ അതിനുശേഷവും 930 വയസ്സ് വരെ ആദാം ചുമ്മാ ജീവിച്ചു. പിള്ളേരുണ്ടായി, കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ഹൗവയായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്. അതിന് ദൈവം ഇട്ട പേരാണ് മരണം. പിടി കിട്ടിയോ? അപ്പം നിങ്ങൾ ഇന്ന് തിരിച്ചറിയേണ്ടത് നാച്ചുറൽ ലൈഫിന്റെ പേരാണ് മരണം, അല്ലേ പാസ്റ്ററെ? നാച്ചുറൽ ലൈഫിന്റെ പേരാണ് മരണം. അത് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് ദൈവം നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ആരുടെ DNA വീണ്ടും ജനിപ്പിച്ചു? ദൈവത്തിന്റെ DNA നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. എന്തിനാണ്? ഇന്നു മുതൽ നമുക്ക് ദൈവാനുരൂപമായി ജീവിക്കാം. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഇന്നു മുതൽ എനിക്ക് ദൈവത്തെ പോലെ ജീവിക്കാം. അതുകൊണ്ടല്ലേ ആൻറ്റി ഉൽപ്പത്തിയിലെ ആദ്യത്തെ എസൻസ് നമുക്ക് കിട്ടിയിട്ടില്ല? എൻ്റെ സാദൃശ്യത്തിൽ, എൻ്റെ സ്വരൂപത്തിൽ ഞാൻ മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപമാണ് ഞാൻ. പറഞ്ഞേ, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപമാണ് ഞാൻ. പക്ഷെ അക്ഷയ്, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ദൈവം നിന്നെ പോലാണോ ഷേർലി ആൻറ്റിയെ പോലെയാണോ? അതോ അമ്മയെ പോലാണോ? അതോ ആൻറ്റിയെ പോലാണോ? മോളെ പോലാണോ? അതോ പൗലോസങ്ങളുടെ കൂട്ടാണോ? പൗലോസങ്ങളുടെ മീശയുണ്ട്, എനിക്ക് മീശയില്ല. ഇതിപ്പോ ആരുടെ കൂട്ടാ ദൈവം? ഹല്ലേലൂയ. പൗലോസങ്ങളുടെ മുടിയിൽ ഇച്ചിരി ബ്രൗൺ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഫുള്ള് കറുപ്പാണ്. ഹല്ലേലൂയ. ആരെ പോലാണ് ദൈവം? ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ സാദൃശ്യവും സ്വരൂപമാണെന്ന് ദൈവം പറഞ്ഞല്ലോ. ആരെ പോല? അവിടെയാണ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ബോഡി മണ്ണീന്നെടുത്ത് പല ഫോർമാറ്റിലാണ് കുഴച്ചത്. ഒന്ന് ഷേർലി ആൻറ്റിയുടെ കൂട്ട് കുഴച്ചു വെച്ചു, ഒന്ന് ജാക്സന്റെ കൂട്ട് കുഴച്ചു വെച്ചു, ഒന്ന് സാലി ആൻറ്റിയുടെ കൂട്ട് കുഴച്ചു വെച്ചു, ഒന്ന് പൗലോസങ്ങളുടെ കൂട്ട് കുഴച്ചു വെച്ചു. പൗലോസങ്ങൾ മീശയൊക്കെ വെച്ചാ കുഴച്ചത്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അകത്തിട്ട സാധനം സെയിമാ. അകത്ത് ആത്മമണ്ഡലത്തെ സൃഷ്ടിച്ചപ്പോൾ അതിന് ദൈവാനുരൂപതയാണ് ഉണ്ടായത്. അമ്മ മറിയാമ്മയുടെ കുഞ്ഞപ്പന്റെ മോനല്ല, അകത്ത് ദൈവാനുരൂപമാണ്. അതിന്റെ പേരാണ് സോയെ ലൈഫ്. പുറത്ത് നിങ്ങൾ പല രൂപമായിരിക്കാം, പക്ഷെ അകത്ത് എഫേസ്യർ 4:24 പറഞ്ഞു, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അപ്പൊ പുതുമനുഷ്യൻ ആരാ? വീണ്ടും ജനിച്ച മനുഷ്യനാരാ? ദൈവത്തെ പോലെ. പുറത്ത് നമ്മൾ ഡിഫറെന്റാ. ഹല്ലേലൂയ. പുറത്ത് നമ്മൾ പല രൂപത്തിലാ, പക്ഷെ ഇന്ന് വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ അമ്മേൻ അവനെ പോലെ ജീവിക്കും. അതുകൊണ്ട് യേശു യോഹന്നാൻ 14 പറഞ്ഞത്, 14:8 മുതൽ, ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യും, അതിനേക്കാൾ കൂടുതൽ ചെയ്യും. യേശു ദൈവം, അത് വേറൊരു റലത്തിൽ നിൽക്കുക. ആ റലത്തിൽ നിൽക്കുന്ന ആള് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ എന്നെ പോലെ ജീവിക്കണം. ആ ജീവിതം പറയാനാണ് ഇന്ന് ലൈഫ് കോൺഫറൻസ് വെച്ചിരിക്കുന്നത്. എന്താണ് ലൈഫ് എന്നാ ഞാൻ പറയുന്നത്? യേശുവിനെ പോലെയോ അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് മുമ്പിലത്തെ ആദാമിനെ പോലെയോ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം മാത്രമാണ് ജീവിതം.
അതുകൊണ്ട് യേശു പറഞ്ഞേ, എന്നെ പോലെ നിങ്ങൾ ജീവിക്കണം. എല്ലാവരും പറഞ്ഞു, ആദ്യം കുറഞ്ഞൊരു സാധനം ഇന്ന് തൊട്ട് ഞാൻ പിടിക്കത്തില്ല. ഷെർലി പറഞ്ഞ, ഇന്ന് തൊട്ട് ഞാൻ യേശുവിനെ പോലെ ജീവിക്കും. പക്ഷെ ഇത് പറയുന്നത് കൃമി അല്ലെന്ന് ഓർക്കണം. കൃമി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ കൃമിയുടെ സ്വഭാവമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ കൃമി അല്ല, ഞാൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യനുള്ള ആളാണ്. എൻ്റെ അകത്ത് ഞാൻ ദൈവത്തെ പോലെയാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ പോലെ ജീവിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പ്രസംഗിക്കാൻ പഠിച്ചേ. പറഞ്ഞു, എൻ്റെ അകത്ത് ഞാൻ ദൈവത്തെ പോലെയാണ്, ഞാൻ ദൈവാനുരൂപമാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ പോലെ ജീവിക്കും. ഞാൻ പുഴുവോ കൃമിയോ അല്ല, ഞാൻ മനുഷ്യന്റെ റലത്തിലും അല്ല. എൻ്റെ ആത്മമനുഷ്യൻ ദൈവാനുരൂപമാണ്, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ പോലെ ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനെ വഴക്ക് കിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. അപ്പം ഞാൻ ഇവനെ ഒന്ന് ഒന്ന് നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ സാമച്ചൻ പാസ്റ്ററൊക്കെ ദൂത് പറയുന്നത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തിന് ദൈവദാസനാകാനാ? എനിക്ക് എൻ്റെ സിസ്റ്ററിനെ അടിക്കുന്നത് പോലും നിർത്താനുള്ള കപ്പാസിറ്റി എനിക്കില്ല. പലവട്ടം ഇത് തലേ കൈവച്ച് ഞാൻ ശപഥം എടുത്തു നോക്കി, ഇനി മേലാൽ ഞാൻ അവനെ ഉപദ്രവിക്കില്ല. അന്ന് റൂം മുകളത്തെ നിലയം താഴോട്ട് വരുമ്പോൾ ഒരടിയെങ്കിലും കൊടുത്തിരിക്കും. കൈ അങ്ങ് വിറയ്ക്കും. എത്ര പേർക്ക് ചില ഏരിയകളിൽ ഒരു കൈ വിറയലുണ്ട്? ചിലർക്ക് കള്ളിൻ്റെ മേഖലയിലായിരിക്കാം, ചിലർക്ക് സിഗരറ്റിൻ്റെ മേഖലയിലായിരിക്കാം, ചിലർക്ക് മറ്റു ചില സ്വഭാവത്തിൻ്റെ മേഖലയിലായിരിക്കാം. ഇപ്പോഴും ഒരു കൈ വിറയലുണ്ടോ? ഞാൻ പറയുന്നു, എൻ്റെ കൈ വിറയൽ നിന്നത് സോയെ ലൈഫിനെ അറിഞ്ഞപ്പോഴാണ്. ഇന്ന് തൊട്ട് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ആത്മമനുഷ്യനാലാണ്. അതിന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറയുവാനായിട്ടിടയെന്ന്, കർത്താവേ, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. അപ്പൊ കർത്താവും പറഞ്ഞു, എടാ അത് തന്നെ ഞാനും പറഞ്ഞു തന്നു. നിന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. യോഹന്നാൻ 15 പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെ ഞാനും പറഞ്ഞത്. അപ്പൊ ഞാൻ കർത്താവേ, നമ്മുടെ സഭയെ പറഞ്ഞതോ? നിന്റെ സഭയിലല്ലേ പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. സഭയെ പലതും പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഇറേസ് ചെയ്യേണ്ടത്. എന്നാലേ ഈ ഹയർ ലൈഫിലോട്ട് കയറാൻ പറ്റുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല നിന്നോട് ഇത് ചെയ്യാം. ഞാൻ പറഞ്ഞത്, ഞാൻ നിന്നിലും നീ എന്നിലും വസിച്ചാൽ നിനക്ക് വല്ല പരിപാടിയൊക്കെ നടക്കും. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഈ ജീവിതം നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ നിന്നിൽ വന്ന് അത് ജീവിക്കാവുന്ന യേശുവിന്റെ നാമത്തിൽ ആ ഒരു ബോധ്യത്തെ, വെളിച്ചത്തെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് എൻ്റെ റൂമിൽ തുറന്നു തന്നു. ഇതെല്ലാം എന്നെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇന്നോട്ട് നിന്റെ ശ്രമമല്ല ജീവിതം, എൻ്റെ ജീവനാൽ ജീവിക്കുന്ന ജീവിതമാണ് ജീവിതം. ഹല്ലേലൂയ. അത് തുടങ്ങുമ്പോൾ നിനക്ക് എല്ലാം സാധ്യമാണ്. മഹത്വത്തിൻ ദിനങ്ങൾ 2 days ഗ്ലോറി കോൺഫറൻസ് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ MG കോളേജിന് എതിർവശത്തുള്ള ഗ്രേസ് മിനി ഹാളിൽ വെച്ച് മെയ് 31, ജൂൺ 1, വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിങ്ങുകളിൽ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് ശുശ്രൂഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.